ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 12ന്റെ ഗുണിതം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 12ന്റെ ഗുണിതം ആവണമെങ്കിൽ അല്ലെങ്കിൽ 12 കൊണ്ട് ഒരു നമ്പറിനെ നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ ആ നമ്പർ 3 കൊണ്ടും 4 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്നവയായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ നമ്പറായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്പർ നമ്മൾ എടുക്കുവാണെങ്കിൽ 6326 ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അല്ലേ. അപ്പോൾ ഇതിൽ ഡിജിറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? 6 + 3 + 2 + 6 + 4 ചെയ്യുമ്പോൾ 21 ആണ് കിട്ടുന്നത്. 21 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതത്തിൽ വരുന്നതല്ലേ. അപ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് കിട്ടി. ഇനി 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, അവസാനത്തെ 2 ഡിജിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അപ്പൊ 2 ഡിജിറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 64 ആണ് അല്ലെ. 64 എന്ന് പറയുന്നത് 4ന്റെ ടേബിളിൽ വരുന്നതല്ലേ. സോ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ആദ്യം തന്നിരിക്കുന്ന നമ്പർ, ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന നമ്പർ 3ലും 4ലും എന്താണ്, ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് ഏതിലും ഡിവിസിബിൾ ആയിരിക്കും? 12ലും ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ള ബിയും സിയും ഡിയും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് അല്ലാതെ കിട്ടുന്നതുകൊണ്ടാണ് അത് എന്താവുന്നത്, 12ന്റെ ഗുണിതമാവാതെ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബിയും സിയും ഡിയും എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.